സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം രാത്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ കമൻറ്റിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അതിലും വന്ന് മെഴുകാനായിട്ട് ചില ആളുകൾ സംഖ്യമിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാനൊന്നും പറയുന്നില്ല. അവരോട് പറയാനുള്ളതൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ പറഞ്ഞോളും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, ഈ വേടനെതിരെ ഈ പറയുന്ന ഹർജിയുമായിട്ട് അല്ലെങ്കിൽ വേടനെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുള്ള 4 ഡോക്ടർമാർ അല്ലെങ്കിൽ 4 യുവതികളുണ്ടായിരുന്നു. അതിലൊരു യുവ ഡോക്ടറും പിന്നീട് പേരില്ലാത്ത ബാക്കി 3 പേരും. അപ്പോൾ ഇതിന് വേടനെതിരെ വലിയൊരു പരാമർശവുമായിട്ടാണ് ഇവർ വന്നത്. NR മധുവൊക്കെ പറയുകയുണ്ടായി വേടനെതിരെ കൂടുതൽ ഇരകൾ വരും, അപ്പോൾ വേടനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും, വേടൻ പെട്ടുപോകും എന്നൊക്കെയുള്ള രീതിയിൽ വേടനെ പൂട്ടിയേക്കാം എന്നൊക്കെ പറയുകയുണ്ടായി. നമുക്കറിയാം ഈ വിഷയങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഒരു 20-25 ദിവസത്തോളമായിട്ടുണ്ട്. വേടൻ ഇത്രയും ദിവസം ഒളിവിൽ തന്നെയാണ്. അപ്പോൾ ഈ വേടനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല, വേടനെ പിടിക്കാത്ത, വേടന് ഇടതുപക്ഷ സർക്കാർ സപ്പോർട്ട് കൊടുക്കുന്നു, വേടനെ പിന്തുണച്ചുകൊണ്ട് ഇവരെ ചേർത്ത് പിടിച്ചിരിക്കുന്നു, ഒരു കുറ്റവാളിയെ ഈ രീതിയിലൊക്കെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സംഘികളും RSSന്റെ സംഘി അടിമകളുമൊക്കെ ഈ വേടനെതിരെ പരാമർശം നടത്തുകയും ഇടതുപക്ഷ സർക്കാരിനെ അപകീർത്തികരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. നമുക്കറിയാം വോട്ട് മുക്കി ജയിച്ചതിനെ പറ്റി ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി യാതൊന്നും മിണ്ടാതെ, കമാന്നൊരക്ഷരം മിണ്ടാതെ സുപ്രീം കോടതിയോട് ചോദിച്ചാൽ മതി, സുപ്രീം കോടതി മറുപടി പറയുമെന്ന് നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി പറയുകയുണ്ടായി. അതിനെപ്പറ്റി യാതൊരുവിധ വാക്കും കമാന്നൊരക്ഷരം പോലും മിണ്ടാത്ത സംഘമിത്രങ്ങളാണ് ഈ വേടനെതിരെ ഒരു പരാമർശം വന്നപ്പോൾ കോടതി വേടനെതിരെ വന്നിരിക്കുന്ന ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് സംസാരിച്ചപ്പോൾ ആ കോടതിയെ കുറ്റം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. കോടതി ചില കമൻറ്റുകൾ പറഞ്ഞ് കയ്യടി മേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയൊരാളും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ വേടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ തെറ്റിന് 2 പേരും തെറ്റുകാർ തന്നെയാണ്, അല്ലെ കുറ്റക്കാർ തന്നെയാണ്. ആരൊക്കെ 2 പേര്? അതായത് ഈ വേടൻ്റെ കൂടെ നിന്നിട്ടുള്ള, ഈ കൂടെ കിടന്നു കൊടുത്തിട്ടുള്ള പെണ്ണുങ്ങളും കുറ്റക്കാർ തന്നെയാണ്. വേടൻ ഒളിവിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വേടൻ പറയുകയുണ്ടായി 2 പേരുടെ സമ്മതപ്രകാരമാണ് ഈ ഒരു ശാരീരിക ബന്ധം നടന്നത്. അതുകൊണ്ട് തന്നെയും 2 പേരും എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പണം തട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സംസാരം അല്ലെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്ന വേടൻ പറയുകയുണ്ടായി. വേടൻ തള്ളിക്കളഞ്ഞിട്ടില്ല, വേടൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സംഘികൾക്ക് ഭയങ്കരമായിട്ടുള്ള കുരുപൊട്ടലും ഭയങ്കരമായിട്ടുള്ള വിഷയമായിരുന്നു. വേടനെ എങ്ങനെയെങ്കിലും കൂട്ടിലാക്കണം, വേടന്റെ പരിപാടി നിർത്തിക്കണം, വേടൻ മുന്നോട്ട് വെക്കുന്ന ആദർശത്തിലും ആശയത്തിലും എല്ലാം വെള്ളം കോരി ഒഴിച്ച് അങ്ങ് കെടുത്തണമെന്ന്, വേടന്റെ ഉള്ളിലുള്ള തീ അങ്ങ് അണയ്ക്കണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. വേടൻ്റെ ഉള്ളിലല്ല തീ, വേടൻ ഇവിടെ എല്ലാം വാരി ഇട്ടെടുത്തെല്ലാം തീയാണെന്നുള്ളത് ഇവർക്ക് അറിയില്ലല്ലോ. ഇവർ ചൂണ്ടയിട്ട് കാത്തിരുന്നപ്പോൾ ഇവർ കരുതിയില്ല ആ ചൂണ്ടയിൽ കൊത്താൻ വരുന്നത് ഇവരെ തന്നെ വിഴുങ്ങാൻ ഒരു പ്രഹരശേഷിയുള്ള ഒരു വലിയൊരു തിമിംഗലമാണെന്നുള്ളത് ഇവർ കരുതിയില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അടപടലം മൂഞ്ചി വാലും ചുരുട്ടി തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് സംഘിക്കുട്ടന്മാർക്ക്. അപ്പോൾ ഇതിൽ സംഘികളെന്ന് ഞാൻ വീണ്ടും പറയുന്നുണ്ടെങ്കിൽ സംഘികൾക്ക് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ കുരുപൊട്ടൽ, അല്ലേ? ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ പേര് എടുത്ത് പറയുന്നത്. എടുത്തു പറയുമ്പോൾ പലരും വിചാരിക്കും ഞാൻ ഈ പറയുന്ന BJPയോട് മാത്രം ദേഷ്യമുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ സംഘികളോട് മാത്രം എനിക്ക് എതിർപ്പുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ പല വീഡിയോ നോക്കി അറിയാൻ പറ്റും, പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഏതൊക്കെ പാർട്ടികൾ തന്തയില്ലായ്മ കാണിക്കുന്നു അതിനെല്ലാം നമ്മൾ തന്തയില്ലായ്മയാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ BJP കാണിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ വേടന്റെ വിഷയത്തിൽ BJPക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ കുരുപൊട്ടൽ. അതിന്റെ കാരണം ഒരുപക്ഷെ BJP ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകൾ വേടന്റെ കവിതകളിൽ കൂടി വേടൻ ആവിഷ്കരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന മനോവിഷമോ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ഇവരുടെ ഈ വിഷമവും ഇവരുടെ ഈ കുരുപൊട്ടലും ഒക്കെ കാണുമ്പോഴേ നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ തോന്നുക? ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ എല്ലാം അങ്ങേയറ്റം വരെ കുരുക്കാൻ നോക്കിയിട്ട് അതും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പുതിയൊരു അവസരം നോക്കിയിരുന്നിട്ട് അതും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ കോടതിയെ കുറ്റം പറയാനായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം വേടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഒരു നയം ഇറക്കി, അല്ലെങ്കിൽ കോടതി ഒരു നിർദ്ദേശം പോലീസിന് നൽകി. അതുകൊണ്ട് തന്നെ പോലീസിന് വേടനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വേടൻ പക്ഷേ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്, കാണാമറിയത്ത് തന്നെയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ അറിയാമല്ലോ. വാദിയെ പ്രതിയാക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വാദിയെ പ്രതിയാക്കുന്ന ഒരു ആളുകളുള്ള സമയത്ത് മേ ബി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. അത് അറിയാവുന്നതുകൊണ്ട് തന്നെ വേടൻ ഒളിവിൽ തന്നെയാണ്. അപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച കാലത്തേക്ക് വേടനെ അറസ്റ്റ് ചെയ്യുന്നത് മരവിപ്പിച്ചിരിക്കുകയാണ്. വേടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ യുവതികൾ എന്താണ് പറഞ്ഞത്? ഈ കൊറോണ സമയം നിങ്ങളൊന്ന് ഓർക്കണം, 2020 കാലഘട്ടങ്ങളിലൊക്കെയാണ് വേടൻ പീഡിപ്പിച്ചതെന്നാണ് പറയുന്നത്. വേടൻ പരിപാടിക്ക് പോയ സമയത്ത് അവിടെ സ്റ്റേജ് പ്രോഗ്രാമിന് ശേഷം വിളിച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ 2020 അല്ലെ 21 കാലഘട്ടങ്ങളിൽ, 21 പോട്ടെ, 2020, 19 കാലഘട്ടങ്ങളിൽ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്, അല്ലേ? നമ്മുടെ കേരളത്തിൽ പുറത്തേക്ക് വീടിനപ്പുറത്തേക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. പരിപാടികളെല്ലാം സർക്കാർ നിർത്തിവെച്ചു. ആ സമയത്ത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പലർക്കും അറിയില്ല, എനിക്ക് പോലും ആ സമയത്ത് അറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ വേടൻ തന്നെ കൊണ്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേടനെതിരെ ഒരു അക്രമം അഴിച്ചു വിടുമ്പോൾ, അല്ലെ വേടനെതിരെ ഒരു കഥ അങ്ങോട്ട് അടിച്ചു വിടുമ്പോൾ ഈ യുവ ഡോക്ടറും ഈ പറയുന്ന ഇരകളാക്കപ്പെട്ടവരും അല്ലെങ്കിൽ അതിജീവിതകളും അറിഞ്ഞില്ലേ അടപടലം മൂഞ്ചു എന്നുള്ളത്? എനിക്ക് തോന്നുന്നു എഴുതി കൊടുത്ത ആളുകൾ, സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത ആളുകൾ പറഞ്ഞു കാണത്തില്ല അന്ന് കോവിഡ് ആയിരുന്നു എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മൂഞ്ചിയത്. പക്ഷേ കോടതിക്ക് കാര്യം മനസ്സിലായി, ആരാണ് ഇതിൻ്റെ പിന്നിൽ സംസാരിക്കുന്നതെന്നും ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ആരാണ് ഇവരെ വെച്ചുകൊണ്ട് ചരട് വലിക്കുന്നതെന്നുള്ളത് കോടതിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ കോടതി ഇതിനെതിരെ ഒരു കേസ് എടുക്കാൻ സാധിക്കില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു.
നിങ്ങളിവിടെ പരാമർശിക്കുന്ന, അതായത് വേടൻ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് വേടൻ ഇങ്ങനെ ചെയ്യുന്നു, മീറ്റു ആരോപണത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റായിട്ട് വന്ന് മാപ്പ് പറഞ്ഞൊരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ പരസ്പര ബന്ധത്തോടുകൂടി, അതായത് രണ്ടുപേരുടെ ഇഷ്ടത്തോടുകൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പരസ്പര അഭിപ്രായങ്ങളിൽ വൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് പീഡനമാവുന്നതെന്നാണ് കോടതി ചോദിച്ചത്. കോടതി ഇത് പച്ചയ്ക്ക് തന്നെ ചോദിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തിനാണെങ്കിൽ ഹൈക്കോടതിക്കും ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ആ ജഡ്ജിന് ഒരു ബിഗ് സല്യൂട്ട്. ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളും നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളോട് അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുക അല്ലെ പറയുന്നത്. എന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാൻ സാധിക്കും, നിറയെ ആളുകളാണ് കോടതിയെ ബഹുമാനത്തോടുകൂടി കാണുന്നത്. കാരണം വേറൊന്നുമല്ല, ഒരു പെണ്ണ് എന്ത് പറഞ്ഞാലും, എന്ത് തന്തയ്ക്ക് പറക്കാഴിക പറഞ്ഞാലും ഒരു ആണിനെ പ്രതിയാക്കണമെന്ന് അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ചേർക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ വേടനെ അംഗീകരിച്ച് അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കിയ ഒരു കോടതി വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ആരാണ് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്നും വേടനെ എന്തിന്റെ പേരിലാണ് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്നും മനസ്സിലാക്കിയ ജഡ്ജിയും അവരെല്ലാം കൂടി ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലമായിട്ട് വേടനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. വേടനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, വേടനെതിരെ ഘോര പ്രസംഗം മുക്കിന് നടത്തുന്ന ആളുകളൊക്കെ ഇപ്പോൾ മനോവിഷമത്തിലായിട്ടുണ്ട്. അപ്പോൾ അവർ പുതിയ കാര്യം അടിച്ചു വിട്ടേക്കുന്നത് കോടതി വലിയ ഡയലോഗ് അടിക്കുകയാണ്, കോടതി വലിയ കമന്റ് അടിച്ച് ആളാവാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ സുരേഷ് ഗോപി, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, സുരേഷ് ഗോപി കള്ളവോട്ടിൽ കൂടി ജയിച്ച് തൃശ്ശൂരിൽ MP ആയ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ MP ആയ സമയത്ത് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് സുപ്രീം കോടതിയോട് ചോദിക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കണം. ഇത് പറഞ്ഞപ്പോഴൊന്നും ഒരു അസഹിഷ്ണുത നിങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. വെനൻ ടി വിയിൽ ഇരിക്കുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ഒരു അസഹിഷ്ണുതയില്ല, കോടതിയെ പറ്റി ഒന്നും പറയില്ല, അല്ലെ സുരേഷ് ഗോപിയെ പറ്റി ഒന്നും പറയില്ല. എങ്ങനെ പറയും, സ്വന്തം ആളല്ലേ. വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ വെനൻ ടി വി എന്നും അങ്ങ് ചർച്ചയായിരുന്നു. വേടനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, വേടനെ എന്തുകൊണ്ട് ചേർത്ത് പിടിക്കുന്നു, റേപ്പിസ്റ്റിനെ എന്തുകൊണ്ട് ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പോൾ അതിനുശേഷം കോടതി വിധി വരുന്നതിനെ പറ്റിയും ഇവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഈ റേപ്പിസ്റ്റിന് ആ ഒരു പേര് ഇവർ കൊടുത്തു കേട്ടോ, റാപ്പർ അല്ല റേപ്പർ ആണെന്നൊരു പേരും കൊടുത്തിട്ട് റേപ്പിസ്റ്റിനെ ഇടതുപക്ഷ സർക്കാർ ചേർത്ത് പിടിക്കണം, അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവതരണമൊക്കെ അങ്ങ് നടത്തി. ആ നടത്തിയതിനെല്ലാം ശേഷം ഈ വേടനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് കോടതി വിധി വന്നതിന് ശേഷം അണ്ണനൊക്കെ അങ്ങ് മൂഞ്ചി പോയി എന്നുള്ളതാണ്. അതായത് വെനൻ ടി വിയിൽ ഇരിക്കുന്ന എല്ലാ അണ്ണന്മാരും മൂഞ്ചി, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്ത് പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് വാർത്ത പോലും കൊടുക്കുന്നില്ല. പിന്നീട് വാർത്ത കൊടുത്ത എപ്പോഴാണ്, 10 മണിക്കൂറൊക്കെങ്കിലും കഴിഞ്ഞ് കാണും. അതിന് ശേഷമാണ് ഒരു ഹാങ് ഓവർ മാറിയത്. എല്ലാം മൂഞ്ചിപ്പോയില്ല, കൊടുത്ത എല്ലാ പരിപാടിയും മൂഞ്ചി. അതുകൊണ്ട് ഒരു ഹാങ് ഓവർ മാറിയതിന് ശേഷം ഒരു അവതരണം അല്ലെങ്കിൽ ഒരു വാർത്ത കൊടുത്തു. അതിൽ പറയുന്നത് ഈ വേടനെതിരെ അല്ലെങ്കിൽ റേപ്പറിനെതിരെ കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കോടതി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വേടന്റെ അറസ്റ്റ് തടഞ്ഞതിന് ശേഷം എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേട്ട് നോക്കിയിട്ട് നമുക്ക് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. അതിനുശേഷം വെനൻ ടി വിയിൽ എന്താണ് ഈ പറയുന്ന റേപ്പിസ്റ്റ് റാപ്പറിന് മുൻകൂർ ജാമ്യം കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അമർഷവുമായിട്ട് അവർ ഒരു വാർത്താ അവതരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ ആദ്യം എന്താണിപ്പോൾ പോലീസ് അല്ലെങ്കിൽ എന്താണിപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്നത് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഇടക്കാല ഉത്തരവ് നീട്ടി എന്നുള്ളതാണ്. ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുകയായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്തയാണത്. തിങ്കളാഴ്ച വരെ ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതി അത് പരാമർശിച്ചതാണ്. അത് തിങ്കളാഴ്ച വരെ ബാധകമായിരിക്കും. അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു, ഇടക്കാല ഉത്തരവ് നീട്ടിയിരിക്കുന്നു. തെളിവുകൾ ഹാജരാക്കാൻ തിങ്കളാഴ്ച വരെ സമയം നൽകാമെന്നാണ് പരാതിക്കാരിയുടെ വാദത്തിന് മറുപടിയായി ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തെളിവുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ പരാതിക്കാരിയുടെ അഭിഭാഷക ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നടപടി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ. ഉന്മേഷ, ഇന്നും വിശദമായ വാദം നടന്നു ഈ വേടന്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിരൂക്ഷ വിമർശനമാണ് പരാതിക്കാരിയുടെ അഭിഭാഷക നേരെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിൽ പ്രധാനമായി പരാതിക്കാരിയുടെ അഭിഭാഷക ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിലടക്കം വിമർശനം ഉണ്ടായി. ഫേസ്ബുക്ക് പോസ്റ്റുകൾ എപ്പോഴും ഇങ്ങനെ തെളിവുകളായി പരിഗണിക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞു. ഒപ്പം ഇന്നലെ കോടതി വ്യക്തമാക്കിയതാണ്, വിവാഹ വാഗ്ദാനം നൽകി എന്നത് മാത്രം ഒരു ക്രിമിനൽ കുറ്റം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമായി കണക്കാക്കാനാകില്ല എന്നാണ് കോടതി ഇന്ന് പറഞ്ഞത്. മറ്റു പരാതികൾ വേടനെതിരെ ഉണ്ട് എന്ന് പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയിൽ പറഞ്ഞപ്പോൾ ആ പരാതികൾ നിലവിൽ പറയേണ്ടതില്ല. നിലവിൽ പറയേണ്ടത് ഈ കേസിന്റെ മെറിറ്റുകൾ മാത്രമാണ്, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. അതൊരു കേസായി വരുമ്പോൾ കോടതി പരിഗണിക്കാം എന്നായിരുന്നു കോടതിയുടെ ആ വിഷയത്തിലെ മറുപടി. ഒപ്പം ഈ വേടൻ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ്, ജാമ്യം നൽകിയ തെറ്റായ സന്ദേശം നൽകും, ഒരുപാട് യുവതികൾ ഇയാൾക്കെതിരെ രംഗത്തെത്തിയിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തവണയും പരാതിക്കാരിയുടെ അഭിഭാഷക മുന്നോട്ട് വെച്ചത്. അതിലെല്ലാം കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ധാർമ്മികമായ കാര്യങ്ങൾ, സാമൂഹികപരമായ കാര്യങ്ങൾക്ക് അപ്പുറത്ത് നിയമപരമായ കാര്യങ്ങളിലേക്ക് വാദം കൊണ്ടുവരണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളും അഭിഭാഷകർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഹർജി തിങ്കളാഴ്ച വരെ പരിഗണിക്കാൻ നീട്ടിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വരെ ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച വരെ നീട്ടിയിട്ടുണ്ട്. പ്രധാനമായും ഈ പോസ്റ്റുകളൊക്കെ ഏത് കോടതിയാണ് പരിഗണിക്കുക എന്ന് ഹൈക്കോടതി തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ താൻ ഹാജരാക്കാം, ആ വിവരങ്ങൾ നേരത്തെ മുൻപ് കോടതി ഇത്തരം പോസ്റ്റുകൾ പരിഗണിച്ചുള്ള സാഹചര്യങ്ങൾ താൻ ഹാജരാക്കാമെന്ന് അഭിഭാഷക കോടതിയോട് പറഞ്ഞപ്പോൾ എത്ര സമയം വേണമെന്ന് കോടതി ചോദിച്ചു. ബുധനാഴ്ച വരെ സമയം വേണമെന്നാണ് പരാതിക്കാരുടെ അഭിഭാഷക പറഞ്ഞത്. പക്ഷേ ഈ ഹർജി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാവില്ല, തനിക്കൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കണം. അതുകൊണ്ട് തിങ്കളാഴ്ച. അടിപൊളി, ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള അല്ലെങ്കിൽ വേടനെ ആരാധിക്കുന്ന, വേടനെ
സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഏറ്റവും ആനന്ദകരമാക്കുന്ന അല്ലെങ്കിൽ അവർക്കെല്ലാം ഇഷ്ടം വരുന്നൊരു വാർത്ത തന്നെയാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിഭാഷക എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. അഭിഭാഷകയ്ക്കും കിട്ടി, പരാതിക്കാരിക്കും കിട്ടി, അതിജീവത എന്ന് പറയപ്പെടുന്ന എല്ലാ പെൺകുട്ടികൾക്കും കിട്ടി. ഇതെല്ലാ പെൺകുട്ടികൾക്കും ഒരു പാഠമാണ്. ഒരു പയ്യനെ പറ്റി അല്ലെങ്കിൽ ഒരു ആണിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അവഖ്യാതികൾ പറഞ്ഞുകൊണ്ട് അവനെ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ മനോഗതിയിൽ കൂടി, ആ മനോവികാരത്തിൽ കൂടി അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു മറുപടിയാണ്, തിരിച്ചടിയാണ്. അപ്പോൾ വേടന്റെ വിഷയത്തിൽ പറയുമ്പോൾ വേടന്റെ മാത്രം വിഷയമല്ല, കേരളത്തിലുള്ള എല്ലാ പുരുഷന്മാരും കണ്ടുവെക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ദേഷ്യമുള്ളതിൻ്റെ പേരിൽ, പരസ്പര വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സത്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടോ നമ്മൾ വിജയിച്ചിരിക്കും. വേടനും ആ തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ്. വേടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷേ രണ്ടുപേരും തുല്യരാണ് തെറ്റിന്റെ മുൻപിൽ, അല്ലേ? അപ്പോൾ ഒരാളെ മാത്രം ഇര എന്ന് പറഞ്ഞുകൊണ്ട്, അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് മറ്റവനെ കുറ്റവാളിയാക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം, പക്ഷേ അതോടൊപ്പം തന്നെ പേരെടുത്ത് വായിക്കേണ്ട അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കുറ്റം അനുഭവിക്കേണ്ട ആൾ തന്നെയാണ് ഈ പറയുന്ന ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയും. ഇര നമുക്ക് പറയാൻ പറ്റില്ല, ഇര എന്ന് സ്വയമേ വിശേഷിപ്പിച്ച് നടക്കുന്ന പെൺകുട്ടി. അപ്പോൾ ഇതിൽ റേപ്പിസ്റ്റ് റാപ്പറിന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അമർഷവുമായിട്ട് വെനൻ ടി വി വന്നിട്ടുണ്ട്. ആ ഒരു വാർത്തയും കൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി വീട്ടിലേക്ക് വരാം. കൊച്ചിയിലേക്ക് പോകാം. ബലാത്സംഗ കേസിൽ പോലീസ് തിരയുന്ന റാപ്പർ വേടൻ എന്ന കിരൺദാസ് മുരളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ തൃക്കാക്കര പോലീസ് ഇന്ന് നിലപാട് അറിയിക്കും. വേടൻ സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് പരാതിക്കാരി കോടതിയിൽ വാദിച്ചത്. വേടനെതിരെ 2 പരാതികൾ പുതുതായി ഉയർന്ന് വന്നിട്ടുമുണ്ട് എന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സർക്കാരിൽ സ്വാധീനമുള്ള ആളാണ് വേടനെന്നും പരാതിക്കാരി വാദിച്ചു. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ വേടൻ എന്ന റേപ്പിസ്റ്റ് റാപ്പർക്കെതിരെ ഗുരുതരമായ പരാതികൾ തുടർച്ചയായി ഉയരുന്നു. കഴിഞ്ഞ ദിവസവും 2 യുവതികൾ പീഡനക്കേസ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. നിലവിലുള്ള പരാതിക്കാരി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിൽ വിശ്വാസമില്ല, സർക്കാരിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് ഇത് എന്ന്. എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ജിജി? കണ്ടില്ലേ, അവതാരികയ്ക്ക് ആരോ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് റാപ്പർ അല്ല റേപ്പറാണ്. അതുകൊണ്ട് പുള്ളിക്കാരി പറയുമ്പോഴും തെറ്റ് വരുന്നുണ്ട്. റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞതിന് ശേഷം എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് ഞാൻ പറയേണ്ടതെന്ന്. അപ്പോൾ ഇവരുടെ ഇന്റൻഷൻ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? റേപ്പിസ്റ്റ് എന്ന് വേറെ ഒരൊറ്റ ചാനലിൽ ഞാൻ കണ്ടില്ല. റാപ്പർ എന്നുള്ളൊരു പേരോ അല്ലെങ്കിൽ വേടൻ എന്നുള്ളൊരു പേരല്ലാതെ അവർ വേറെ ഒന്നും ആലേഖനം ചെയ്തിട്ടില്ല. റേപ്പറെന്നോ റാപ്പറെന്നോ അവരിട്ടിട്ടില്ല. വേടൻ അല്ലെങ്കിൽ ഹിരൺദാസ് മുരളി, ഇത് മാത്രമാണ് എല്ലാ ചാനലും ഇട്ടിരിക്കുന്നത്. വെനൻ ടി വി മാത്രം റേപ്പിസ്റ്റ് വേടൻ അല്ലെങ്കിൽ റേപ്പർ വേടൻ അല്ലെങ്കിൽ മറ്റുള്ള പേരിലൊക്കെ വേടനെ അപകീർത്തികരമാക്കും വിധം സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ശരിക്ക് കൊണ്ടിട്ടുണ്ട്. വേടൻ നാട്ടിലുള്ള സമയത്ത് വേടൻ പാടിയ ഓരോ പാട്ടുകളും ശരിക്ക് ഇവരുടെയൊക്കെ എല്ലിനിടയിലേക്ക് ഇങ്ങനെ കുത്തി കയറിയിട്ടുണ്ട്, അല്ല ഇവരുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ തുളച്ച് കയറിയിട്ടുണ്ട്. അതിൻ്റെ പേടിയിലും അതിൻ്റെ വിഷമത്തിലും അതിൻ്റെ ഈ പരിപാടിയിൽ കാണിക്കുന്ന ചില തന്തയില്ലായ്മയാണെന്ന് ഇത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും, അല്ലേ? ഈ വേടനെതിരെ റേപ്പറാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, മുദ്ര കുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചാനലിലെ വാർത്ത കാണാൻ സംഖ്യകൾ പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 900 വ്യൂവേഴ്സൊക്കെ ഉള്ളൂ, അതുപോലും ആരും കാണുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു ചേതോവികാരം അവർക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ലെന്ന വേറൊരു കാര്യമാണ്. ഇവരുടെ ഈ പറയുന്ന നേതാക്കന്മാരായിരിക്കും കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വേടനെ കുറ്റവാളി ആക്കണമെന്നുള്ളൊരു ഇൻറ്റൻഷൻ, ആ ഇൻറ്റൻഷൻ ഇവർക്ക് എവിടുന്ന് വന്നു? അല്ലെങ്കിൽ ഇവർക്ക് ആരാണ് ഇതിനുള്ള ഒരു പരിഗണന കൊടുത്തിരിക്കുക? അല്ലെ ഇവരെ ആരാണ് ഇതിനു വേണ്ടി തള്ളിവിടുന്നത്? അത് നമുക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാം, അല്ലേ? ഇവരുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന എല്ലാ ആളുകളും വേടനെ അറസ്റ്റ് ചെയ്യണം, അല്ലെ വേടനെ പിടിച്ചകത്തിടണോ എന്നുള്ളൊരു പരിപാടി അല്ലെങ്കിൽ ഒരു ചിന്താഗതിയുമായിട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ഈ വേടൻ സംസാരിച്ചത് എവിടേക്കോ കൊള്ളുന്നുണ്ടെന്ന് മുൻപ് വേടൻ പറഞ്ഞു. ആ കൊള്ളുന്നതിൻ്റെ ഫലമായിട്ട് വേടനെതിരെ പല കേസുകളും വന്ന് കഞ്ചാവ്, പുലിപ്പല്ല്, ആയുധശേഖരം, പെണ്ണ് കേസ് വരെ എത്തി നിൽക്കുന്നു. പണ്ടത്തെ മീറ്റ് വരെ കുത്തിപ്പൊക്കിക്കൊണ്ട് പല്ലിനിടെ കുത്തി നടപ്പിക്കുന്ന ഒരു പരിപാടിയുമായിട്ട് ഈ പറയുന്ന സംഘപരിവാറും അതേപോലെയാണ് ചാണക സംഖ്യകളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥന് പറയാനുള്ളൊരു കാര്യം, അതായത് വേടന് പോലീസ് സംരക്ഷണം നൽകിയിട്ടില്ല, വേടൻ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്, പോലീസ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം. അപ്പോൾ വേടന് പോലീസ് സംരക്ഷണം നൽകിയിട്ടില്ല എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാ വിമലാദിത്യ വേടൻ ഒളിവിലാണെന്നും രാജ്യം വിടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലുള്ളതിനാലാണ് അറസ്റ്റിലേക്ക് കടക്കാത്തതെന്നും പുട്ടാ വിമലാദിത്യ പറഞ്ഞു. വേടൻ ഇപ്പോൾ എബ്സ്കോണ്ടിങ് ആണ്. അപ്പോൾ അവർ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിട്ടുണ്ട് കുറേ ദിവസം മുമ്പ്. അത് കോടതിയുടെ പണികളിലാണ്. അപ്പോൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ മറ്റ് അതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടികൾ. പോലീസ് അവരുടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. മറ്റു ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്കി കേസിലുള്ള അന്വേഷണം പ്രോപ്പറായ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള എവിഡൻസ് ശേഖരിക്കുക, സാക്ഷി. കണ്ടില്ലേ, ഇതിലും അമർഷവുമായിട്ട് കുറേ പേര് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വിചാരിച്ചതും അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അല്ലേ? കോടതിയുണ്ട് ഈ നാട്ടിൽ, അല്ലെങ്കിൽ നട്ടല്ല ആരുടെയും മുന്നിൽ പണയം വെക്കാത്ത ജഡ്ജിമാരും പോലീസുകാരും നമ്മുടെ ആഭ്യന്തര മന്ത്രിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ
നിങ്ങളുടെ ഈ മെഴുകലൊന്നും ഈ കേരളത്തിൽ നടക്കത്തില്ല മക്കളെ. അങ്ങ് യു പിയിലും ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ നടക്കുമായിരിക്കും നിങ്ങളുടെ തന്തയ്ക്ക് പറക്കാഴിക. അത് കേരളത്തിലോട്ട് കൊണ്ടുവന്ന് തുപ്പാൻ ശ്രമിക്കല്ലേ. ഇത് വേറെ ടീംസാണ് ഇവിടെ ഇരിക്കുന്നത്, ഇത് വേറെ ആളുകളെ ഇവിടെ ഇരിക്കുന്നത്. ജാതിയോ മതമോ അല്ല ഇവിടുത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാരുടെ പ്രധാന കാര്യം എന്ന് പറയുന്നത് മനുഷ്യനാണ്, മനുഷ്യത്വമാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാനമായിട്ടുള്ള കാര്യം. അല്ലാതെ പശുവിനെ കൊന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവരെ ഒരു മനുഷ്യനെ പോയി കൊല്ലുക എന്ന് പറയുന്ന പരിപാടിയല്ല ഇവിടുത്തെ ജനങ്ങൾ കാണിക്കുന്നത്. അത്രയ്ക്ക് അന്ധന്മാരല്ല ഇവിടുത്തെ ജനങ്ങൾ. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇനിയെങ്കിലും വേടന് വേണ്ടി ഘോര പ്രസംഗം, വേടനെതിരെ ഘോര പ്രസംഗം നടത്തുന്ന ആളുകൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ കൊണ്ടുവന്ന ഇരകൾക്ക് അത്ര ക്വാളിറ്റി ഇല്ല. നിങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെപ്പറ്റി കോടതിക്ക് വിശ്വാസമായിട്ടില്ല. ഇനിയും പുതിയ കഥകൾ നിങ്ങൾ ഇറക്കണം, എങ്കിൽ മാത്രമേ കോടതി വിശ്വസിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് കോടതി മണ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരുന്ന ഈ ഒരു പ്രസ്താവന, നിങ്ങളുടെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അതൊന്നും ഇങ്ങോട്ട് തുപ്പാൻ ശ്രമിക്കരുത്. എന്തുതന്നെയാണെങ്കിലും വേടൻ അടിച്ചു കയറി ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. അത് കാണുമ്പോൾ വിഷമമുണ്ടാകുന്ന ഒരു പൊട്ടുന്ന ആളുകൾ ശരിക്കും പൊട്ടി ഒലിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വേട അടിച്ചു കയറി വാടാ മോനെ, ഇനി നിന്റെ സമയമാണ്. ഇനി അവൻ്റെ സമയമല്ലേ, ഇനി വേടൻ്റെ സമയമാണ്. അതുകൊണ്ട് വേടനെതിരെ സംസാരിക്കുന്ന ആളുകൾ ഇനി കാത്തിരുന്നു, വരാൻ പോകുന്നു. 10 തല എന്ന് പറയുന്ന പാട്ടൊക്കെ വേടൻ്റെ ഉടനെ റിലീസ് ആവുന്നുണ്ടാവും. ഇനിയും ശരിക്കും വിഷമിക്കാൻ പോകണം. ഇനിയുള്ളൊരു പേടി വേടൻ്റെ ജീവനിലാണ്. അതുകൊണ്ട് വേടൻ ബി കെയർഫുൾ. ഏറ്റവും കൂടുതൽ എത്രത്തോളം കെയർഫുള്ളായിട്ട് നടക്കുമ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് നടക്കുക. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ ഇവർ അപായപ്പെടുത്താനെങ്കിലും ശ്രമിക്കുമെന്നൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.